ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയിൽ ഒരല്പം അളവ് കുറച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിനി അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തിരിക്കുന്ന പഞ്ചസാരയുടെ നേർ പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഞാൻ ഇട്ട് കൊടുക്കുന്നത് സാഫ്രോൺ ആണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു കളറ് കിട്ടും. സാഫ്രോൺ ആവുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി ഞാനൊരു അല്പം വെള്ളം, ചൂടുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്കാണ് ഈ സാഫ്രോൺ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ സാഫ്രോണിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഈ വെള്ളത്തിലോട്ട് വന്നോളും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതാ നന്നായിട്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ പഞ്ചസാര ലൈനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കുങ്കുമപ്പൂ ആയാലും അതുപോലെ മഞ്ഞൾപ്പൊടി ആയാലും ഒക്കെ ഓപ്ഷണലാണ്. ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടും ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ടും മാത്രം ചേർക്കുന്നതേ ഉള്ളൂ. അത് ഓപ്ഷണലാണ് കേട്ടോ. ഇല്ലെങ്കിലും നമുക്കിത് നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബദാം പൗഡർ ചേർത്ത് കൊടുക്കാം. ബദാം പൗഡർ ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ബദാം പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ബദാം പൗഡർ വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെക്കാം. കഴിയുന്നതും വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള പൊടികളൊക്കെ തയ്യാറാക്കാൻ നോക്കുക. ഇതാകുമ്പോൾ ഒട്ടും മറ്റൊന്നിൻ്റെ കലർപ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ബദാം പൗഡർ തയ്യാറാക്കേണ്ട വീഡിയോ ആണ് ഞാനൊന്ന് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പറ്റുമെങ്കിൽ അതുപോലെ തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അതായത് ഒരു നൂൽ പരുവെന്ന് പറയും. നമ്മളത് ചെറുതായിട്ടൊന്ന് വിരലിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു നൂല് പോലെ ആയി വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാകം ആയിട്ടുണ്ടെന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ബദാമിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇതുപോലെ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതായത് നമ്മളിതൊന്ന് സ്പാച്ചില കൊണ്ട് നോക്കുന്ന സമയത്ത് മുറിഞ്ഞ് ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഏത് പാത്രത്തിലേക്കാണോ മാറ്റേണ്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂട് ഒരല്പം കുറഞ്ഞതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലേക്കാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബദാമോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ പിസ്തയോ അതല്ല ഇനി സാഫ്രോൺ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഒന്ന് ചൂട് തണിയാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ഇതൊന്ന് സെറ്റ് ആവും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതിയാവും. ഏകദേശം ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല കാണാനും നല്ല അടിപൊളിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. പറ്റുമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് നല്ലതായാലും ചീത്തയായാലും അതൊന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് എന്തായാലും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.